ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ചാപ്റ്റർ ദി എൽ പി സ്പേസസ് ആണ്, കംപ്ലീറ്റ്നെസ് ആൻഡ് അപ്രോക്സിമേഷൻ. അപ്പം ലീനിയർ എൽ പി സ്പേസസ് എന്താണെന്നും അതിൻ്റെ ചില പ്രോപ്പർട്ടീസും പ്രത്യേകതകളും ഒക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്കാദ്യം ഒരു കംപ്ലീറ്റ്നെസ്, ഇവിടെ ഇതിൽ തന്നെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താണ് കംപ്ലീറ്റ്നെസ്? നമ്മളൊരു സ്പേസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആണെന്ന് പറയുക? അതിലുള്ള നമ്മൾ മെട്രിക് സ്പേസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറി കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ ആ സ്പേസ് കംപ്ലീറ്റ് ആണ് എന്ന് പറയും. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഒരു AN എന്ന് പറയുന്ന സീക്വൻസ് എടുത്തു, അത് കോഷി സീക്വൻസ് ആണ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് NM ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AN മൈനസ് AM 0 അല്ലേ? AN മൈനസ് AMൻ്റെ ഡിഫറൻസ്. കോഷി സീക്വൻസ് അങ്ങനെയല്ല പറയുന്നത്, ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു സ്റ്റേജ് കിട്ടണം, ആ സ്റ്റേജിന് ശേഷം AN മൈനസ് AM ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് വരണം. അതായത് NM ടെൻസ് ടു ഇൻഫിനിറ്റി പറയുമ്പോൾ AN മൈനസ് AM ഈക്വൽ ടു 0 ആണ് എന്ന് നമുക്ക് കോഷി സീക്വൻസിനെ പറയാം. അപ്പോൾ ഇങ്ങനെ ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജൻ്റ് ആവണം. എന്താ കൺവേർജൻ്റ് എന്നുള്ളതിനർത്ഥം? ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ A സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN മൈനസ് A കൺവേർജസ് ഈക്വൽ ടു 0 ആവണം അല്ലേ? AN കൺവേർജസ് ടു A എന്ന് പറയുമ്പം AN മൈനസ് A കൺവേർജസ് ടു 0 എന്ന് പറയാം. അപ്പം ലിമിറ്റ് NM ടെൻസ് ടു ഇൻഫിനിറ്റി AN മൈനസ് M ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ A സച്ച് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN മൈനസ് A ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലബേക്ക് ഇൻ്റഗ്രലിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു ഇനീക്വാളിറ്റി പറയാൻ പറ്റും. അപ്പം FN ആദ്യം അത് LP ഓഫ് E എന്നാണ് പറയുന്നത്. E എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ഡൊമെയിനാണ്. അവിടെ LP ഓഫ് E എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. LP ഓഫ് E എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രൽ F മോഡ് F റേസ് ടു P. ഇത് ഈ ഫംഗ്ഷൻ മോഡ് F റേസ് ടു P ഇവിടെ P LP ഓഫ് E മോഡ് F റേസ് ടു P ഇൻ്റഗ്രബിൾ ആണെങ്കിൽ, അതായത് ഇൻ്റഗ്രൽ ഓവർ E മോഡ് F റേസ് ടു P ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിലല്ല നമ്മൾ ഇൻ്റഗ്രൽ ഇത് പറയുക. മോഡ് F റേസ് ടു P ഇൻ്റഗ്രൽ ആവുന്ന ഫങ്ഷൻസിൻ്റെ കളക്ഷനെയാണ് LP ഓഫ് E എന്ന് പറയും. അപ്പോൾ നമ്മൾ L1 ഓഫ് E എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ E മോഡ് F ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് ഇൻ്റഗ്രബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ P, ഈ മോഡ് F റേസ് ടു P ഇൻ്റഗ്രബിൾ ആണെങ്കിൽ നമ്മൾ അത് അത്തരം ഫങ്ഷൻസാണ് LP ഓഫ് E എന്ന് പറയുക. ഇൻ്റഗ്രബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ് അപ്പോൾ L1 ഓഫ് E എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുക, Pക്ക് 1 വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫങ്ഷൻ കളക്ഷൻ എടുത്തു LP ഓഫ് E. അതിൽ സീക്വൻസ് ആണ് FN എങ്കിൽ ലിമിറ്റ് NM ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ E മോഡ് FN മൈനസ് M FM ഹോൾ റേസ് ടു P ഈക്വൽ ടു 0 ആണ്. Then there is a function f in LP of E such that limit n tends to infinity integral over E mod of n minus f raised to P equal to 0. നമ്മൾ കംപ്ലീറ്റ്നെസ്സിന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇനീക്വാളിറ്റിയാണ് ഈ പറയുന്നത്. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ റീസ് ഫിഷർ തിയറം എന്ന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അതാണ് നമ്മുടെ ഈ സെക്ഷനിലെ മെയിൻ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ പറ്റി പറയാനും മറ്റു കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയാം. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് 7.1 സെക്ഷൻ നോക്കാം. നോംഡ് ലീനിയർ സ്പേസ്. എന്താണ് നോംഡ് ലീനിയർ സ്പേസ്? ലീനിയർ സ്പേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? നമ്മൾ എന്തായിരുന്നത് ലീനിയർ സ്പേസസ്, അതായത് വെക്റ്റർ സ്പേസസിൽ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പേസാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അതുപോലെ നോംഡ് ലീനിയർ സ്പേസസ് എന്ന് പറയുമ്പോൾ, ലീനിയർ സ്പേസസ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ സ്പേസ് തന്നെ, അതിൻ്റെ മറ്റൊരു പേരാണ് ലീനിയർ സ്പേസ്. അപ്പം ഈ ലീനിയർ സ്പേസിൽ നോം ഡിഫൈൻ ചെയ്താൽ കിട്ടുന്ന സാധനമാണ് നോംഡ് ലീനിയർ സ്പേസ്. അപ്പോൾ എന്താണ് നോം എന്ന് പറയണം, അത് നമുക്ക് പറയാം വയ്യേ. അതിൻ്റെ മുന്നോടിയായിട്ട് അതിനേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാം. E എന്ന് പറയുന്നത് ഡിനോട്ട് എ മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഡിഫൈൻ F to be the collection of all measurable extended real valued functions on E that are finite almost everywhere on E. Define
two functions f and g in f to be equivalent and write f almost equal to g provided f of x equal to g of x for almost all in x. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഇ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എഫ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ഇ ദാറ്റ് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവറിവെയർ ഓൺ ഇ. എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഫൈനൈറ്റ് ആവണമെന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് എവറിവെയർ ഫൈനൈറ്റ് ആയിരിക്കണം, അതായത് ഇൻഫൈനൈറ്റ് ആവുന്നതിൻ്റെ സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കണം. ഇനി എഫ് ആൻഡ് ജി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണ് എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവറിവെയർ ആണെങ്കിൽ രണ്ട് ഫംഗ്ഷൻ കളക്ഷൻ എഫ് എടുത്തു, അതിലെ രണ്ട് ഫംഗ്ഷൻ എഫും ജിയും എടുത്തു, ഇത് ഓൾമോസ്റ്റ് എവറിവെയർ ഈക്വൽ ആണ് എങ്കിൽ നമുക്കതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു റിലേഷൻ എനി ടു ഫംഗ്ഷൻ എടുത്തു, അത് ഓൾമോസ്റ്റ് എവറിവെയർ ഈക്വൽ എന്ന് പറയുന്ന റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. നോക്കാം, എഫ് ഈക്വൽ ടു എഫ് ഓൾമോസ്റ്റ് എവറിവെയർ ആണല്ലോ, കാരണം ഇതാവാത്ത സെറ്റ് എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ്, അതിൻ്റെ മെഷർ 0 ആണ്. ഇനി എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവറിവെയർ ആണ് എങ്കിൽ ജി ഈക്വൽ ടു എഫ് ഓൾമോസ്റ്റ് എവറിവെയർ അല്ലേ, കാരണം എഫ് ജിയിലാവാത്ത സെറ്റിൻ്റെ മെഷർ എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവറിവെയർ ആണെങ്കിൽ എഫ് ഈക്വൽ ടു ജി ആവാത്ത സെറ്റിൻ്റെ മെഷർ 0 ആണ്. ആ സെറ്റ് തന്നെയല്ലേ ജി ഈക്വൽ ടു എഫും ആവാതിരിക്കുക, അപ്പോൾ അതിൻ്റെ മെഷറും 0 ആണ്. അപ്പോൾ സിമെട്രിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ട്രാൻസിറ്റിവിറ്റിയാണ് അടുത്തത്. എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവറിവെയർ ആണ്, അപ്പോൾ എഫ് നോട്ട് ഈക്വൽ ടു ജി ആവുന്ന സെറ്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. മെഷർ ഓഫ് എ ഈക്വൽ ടു 0 ആണ്. ജി ഈക്വൽ ടു എച്ച് ഓൾമോസ്റ്റ് എവറിവെയർ ആണ്, അതായത് ജി നോട്ട് ഈക്വൽ ടു എച്ച് ആവുന്ന സെറ്റിൻ്റെ കളക്ഷനെ നമുക്ക് ബി എന്ന് വിളിക്കാം. മെഷർ ഓഫ് ബിയും 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈക്വൽ ടു എച്ച് ഓൾമോസ്റ്റ് എവറിവെയർ ആയിരിക്കും അല്ലേ, അതായത് എഫും ജിയും ഓൾമോസ്റ്റ് എവറിവെയർ, അതായത് എഫും എച്ചും ഈക്വൽ ആവാത്ത സെറ്റ്, അതായത് എഫും ജിയും ഓൾമോസ്റ്റ് ഏകദേശം എല്ലാ പോയിന്റിലും, അതൊരു എ എന്ന് പറയുന്ന ഒരു സെറ്റിലൊഴികെ അവർ രണ്ടുപേരും ഈക്വൽ അല്ല, ബി എന്ന് പറയുന്ന സെറ്റിലൊഴികെ ജിയും എച്ചും തമ്മിലും ഈക്വൽ അല്ല. അപ്പോൾ എയും എഫും എച്ചും തമ്മിൽ ഈക്വൽ അല്ലാത്തതിൻ്റെ സെറ്റ് മാക്സിമം എ യൂണിയൻ ബി ആവാനേ ചാൻസ് ഉള്ളൂ, എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആവാൻ തന്നെ ചാൻസ് ഉള്ളൂ. ഇത് രണ്ടും 0 മെഷർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെഷറും 0 ആയിരിക്കും. സോ ട്രാൻസിറ്റിവിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവറിവെയർ എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഇക്വലൻസ് റിലേഷനാണ്. അതപ്പം നമ്മുടെ കളക്ഷൻ എഫിന് എന്ത് ചെയ്യും, പാർട്ടീഷൻ ചെയ്യും, ഇക്വലൻ്റ് ആയിട്ട് ഇക്വലൻ്റ് ക്ലാസ്സസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എഫിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, ഇതാണ് അവിടുത്തെ റിലേഷൻ റെസ്ട്രിക്ഷൻ. അത് ഇക്വലൻ്റ് ക്ലാസ്സസ് ആയിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്യും. അപ്പോൾ അതിലൊരു മെമ്പറിനെ നമ്മൾ ക്ലാസ് എഫ് ആയിട്ട് എടുക്കുക, അതായത് ക്ലാസ് എഫ് എന്ന് പറയുന്നത് എഫിനോട് ഓൾമോസ്റ്റ് എവറിവെയർ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഇതിൽ വരും. ക്ലാസ് ജി എന്ന് പറയുന്നത് ജിനോട് ഓൾമോസ്റ്റ് എവറിവെയർ ഈക്വൽ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഇതിൽ വരും. അപ്പോൾ ഈ ഇതിൽ വരുന്നത് ക്ലാസ്സുകളാണ്, അതായത് ഒരൊറ്റ ഫംഗ്ഷൻ അല്ല പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷനാണ്, അതിനോട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ഈ ഒരു മെമ്പറിൽ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഡിഫൈൻ ചെയ്യാം. ആൽഫ ഇൻറ്റു ക്ലാസ് എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ക്ലാസ് ജി, ആൽഫ ആൻഡ് ബീറ്റ റിയൽ നമ്പർ. അതെന്താ, ഇതിലെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എഫ് എടുത്താൽ ആൽഫ എഫ് പ്ലസ് ബീറ്റ, ഇതിലെ റെപ്രസെൻറ്റേറ്റീവ് ജി എടുത്താൽ ഇതിന് കിട്ടുന്ന വാല്യൂ ഉണ്ടാവുമല്ലോ അല്ലേ. അതിനോട് ഓൾമോസ്റ്റ് എവറിവെയർ ഈക്വൽ ആയിട്ട് വരുന്ന ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ് ആൽഫ എഫ് ക്ലാസ് എഫ് പ്ലസ് ബീറ്റ ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ക്ലാസ് എഫിലൊരു എത്രയോ മെമ്പേഴ്സ് ഉണ്ടാവാം, അപ്പോൾ ഒരു 3 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ആൽഫ എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ എടുക്കുന്നുള്ളൂ, പക്ഷേ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എവറിവെയർ ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജിനോട് ഈക്വൽ അല്ലാത്ത ആളുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ നമ്മളെന്താ മെഷർ ഓൾമോസ്റ്റ് എവറിവെയർ ആവാത്ത ഈക്വൽ അല്ലാത്ത ആളുകളുടെ മെഷർ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് എവറിവെയർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരാൾ, അയാളെ എടുത്താൽ ആൽഫ എഫ് ഓഫ് എക്സ് പ്ലസ് ബീറ്റ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂവിനോട് ഈക്വൽ ആയിട്ട് വരുന്നത് ആരാണോ അവരാണ് ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി എന്ന് പറയുന്ന ഈ ഇക്വലൻ്റ് ക്ലാസ്സസിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിൽ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത്
സീറോ ഫംഗ്ഷനോട് ഓൾമോസ്റ്റ് എവ്രിവെയർ സീറോ ഫംഗ്ഷനോട് ഈക്വൽ ആവുന്ന ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് ഇതിലെ സീറോ എലമെൻറ്റ്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വലൻ്റ് ക്ലാസ്സസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ആ കളക്ഷൻ ഈക്വലൻ്റ് ക്ലാസ്സസ് വരുന്ന ഈ എഫ് എന്ന് പറയുന്ന കളക്ഷനിലാണ് നമ്മൾ ഇനി എൽ പി ഓഫ് ഇനൊക്കെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീനിയർ സ്പേസ് എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് ലീനിയർ സ്പേസ് ഇസ് കോൾഡ് സബ് സ്പേസ്. ഇറ്റ് ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ഫോർമേഷൻ ഓഫ് ലീനിയർ കോമ്പിനേഷൻ നമ്മൾ അറിയാം. ഇനി എൽ പി ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എൽ പി ഓഫ് ഇ എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്യാണ്. എൽ പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇക്വലൻ്റ് ക്ലാസ്സസ് എഫ് ഫോർ വിച്ച് ഇൻ്റഗ്രൽ ഓവർ മോഡ് എഫ് റേസ് ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പം നമ്മൾ എഫ് എന്ന് പറയുന്ന കളക്ഷൻ എടുത്തിട്ടുണ്ട്, അതിൽ കുറേ ക്ലാസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന ഫങ്ഷൻസുകളുടെ ഗ്രൂപ്പുകൾ ഇക്വലൻ്റ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസിന് എൽ പി ഓഫ് ഇ. അപ്പോൾ ഇതിൽ എൽ പി ഓഫ് ഇയിലെ ഓരോ മെമ്പറും ഓരോ ഇക്വലൻ്റ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു ഇക്വലൻ്റ് അതായത് കുറേ ഫങ്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്ത്, അതായത് ഓൾമോസ്റ്റ് എവരിവെയർ ആയിട്ടുള്ള ആളുകളെയൊക്കെ പാടെ നമ്മളൊരാളായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകളാണ് ഉണ്ടാവുക. കൂടാതെ അവയുടെ ഇൻ്റഗ്രൽ, അതിലുള്ള ഓരോ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ മോഡ് എഫ് റേസ് ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് ജനറലായിട്ട് നമ്മളൊരാളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ പറയാം. ഇനി മാത്രമല്ല, നമ്മളിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് എഫിനെ എഫ് ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്യും. എഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലാസ് ഓഫ് ഫംഗ്ഷൻ, എഫിനോട് ഓൾമോസ്റ്റ് എവ്രിവെയർ ഈക്വൽ ആയിട്ടുള്ള. അപ്പോൾ എല്ലാ സ്പേസിലും നമുക്ക് ക്ലാസ് എഫ് നേടി ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് എന്നുള്ള ആ സിമ്പിൾ ഒഴിവാക്കി എഫ് എന്ന് എഴുതും. ഓർക്കുക, അവിടെ എഫ് എന്ന് എഴുതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൽ പി ഓഫ് ഇയിൽ ഉള്ള എഫ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ക്ലാസ് ആണ്. അതായത് അതിൽ ഒരാളല്ല, ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിനോട് ഓൾമോസ്റ്റ് എവ്രിവെയർ ഈക്വൽ ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊരു ലീനിയർ സ്പേസ് ആണ് എൽ പി ഓഫ് ഇ. അതിൻ്റെ ഒരു സബ് എഫിൻ്റെ എഫ് എന്ന് പറയുന്ന ഇതിൻ്റെ സബ് സ്പേസ് ആണ് എൽ പി ഓഫ് ഇ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്നത് എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ എഫ് ഇൻ എഫ് എടുത്തു. എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയപ്പോഴാണ് പ്രൊവൈഡഡ് ദർ ഈസ് സം എം ഗ്രേറ്റർ ദാൻ 0 കോൾഡ് എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഫോർ എഫ്. എഫിൻ്റെ അപ്പർ ബൗണ്ട് ആണെന്ന് നമുക്ക് എസെൻഷ്യൽ അപ്പർ ബൗണ്ട് എന്ന് ആണ് എമ്മിനെ ആ കേസിൽ വിളിക്കുക. സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് ഇൻ ഇ. അതായത് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എല്ലാവർക്കും ആവണമെന്നില്ല, ആവാത്ത സെറ്റിൻ്റെ മെഷർ 0 ആയാൽ മതി. അങ്ങനെ ഒരു നമ്പർ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പറിനെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബൗണ്ട് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇതിനെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് എന്ന് പറയും. ഓക്കെ, അത്തരം കേസിൽ എഫിനെ നമ്മൾ എസെൻഷ്യലി ബൗണ്ടഡ് ആണ് എന്ന് പറയും. അപ്പോൾ ഇതൊരു എഫിന് ശരി ട്രൂ ആണെങ്കിൽ അതിനോട് ഓൾമോസ്റ്റ് എവ്രിവെയർ ഈക്വൽ ആയിട്ടുള്ള എല്ലാ എഫുകൾക്കും ഇത് ട്രൂ ആണ്. അതായത് ആ ക്ലാസ്സിലുള്ള ഫുൾ മെമ്പേഴ്സിനും ഈ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് എന്ന് പറയുന്ന സാധനം ബാധകമായിരിക്കും. Next, L infinity of E to be the collection of equivalent classes of F for which F is essentially bounded. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എൽ പി ഓഫ് ഇ എന്ന് പറഞ്ഞിരുന്നത് ഇൻ്റഗ്രൽ മോഡ് എഫ് റീസ് ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ടുള്ള കളക്ഷൻ എഫുകളുടെ ഇക്വലൻ്റ് ക്ലാസ്സസിൻ്റെ കളക്ഷനാണ്. ഇനി എൽ ഇൻഫിനിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് എസെൻഷ്യലി ബൗണ്ടഡ് ആയിട്ടുള്ള ഈ ക്ലാസ് ഓഫ് ഫങ്ഷൻസിൻ്റെ കളക്ഷനെയാണ് എൽ ഇൻഫിനിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫസ്റ്റ് നോട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ, അതായത് എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് എഫ് മൈനസ് ജി ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ, അല്ലെങ്കിൽ വാനിഷ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി എഫ് എൻ എഫിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു ഓൾമോസ്റ്റ് എവ്രിവെയർ എന്നതിൻ്റെ അർത്ഥം എന്താ, since fn in LP of E converges to pointwise almost everywhere to a function f in LP of E if gn almost equivalent to fn for all n and f equal to g equivalent to g യും ആയിരിക്കണം. ഈ ജിയും എവിടെ ഉണ്ടായ gn ഒക്കെ നമ്മൾ ഒരു ഫംഗ്ഷൻ, അതായത് എഫ് എൻ എഫിലോട്ട്
കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്ന പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്നു, ഓൾമോസ്റ്റ് എവരിവെയർ കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ ഫംഗ്ഷന്, അതായത് എഫ് എൻ എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എഫ് എന്നിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള എല്ലാ ജി എന്നുകളും ഒരു ജിയിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടാവും ഓൾമോസ്റ്റ് എവരിവെയർ. ഈ ജി എന്ന് പറയുന്നത് എഫുമായിട്ട് ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് സെയിം ആവണം. ഇപ്പം എഫ് എൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ ഒരു ക്ലാസ് ഓഫ് ഫങ്ഷൻസ് ആക്ച്വലി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പറിനും സെയിം ലിമിറ്റ് ആവണം എന്നില്ല, ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആയിട്ടുള്ള ലിമിറ്റുകളായിരിക്കും. അതുപോലെ തന്നെയാണ് കണ്ടിന്യൂറ്റി പറയണമെങ്കിലും എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ അതിനോട് ഈക്വൽ ആയിട്ടുള്ള എല്ലാ ഈക്വൽ ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും അതുപോലെ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എന്താണ് ഒരു ലീനിയർ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ? ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും ലീനിയർ ഓൾജിബ്രയെന്ന്. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ലീനിയർ വെക്റ്റർ സ്പേസ് അഥവാ ലീനിയർ സ്പേസ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് 2R അല്ലേ. ഡൊമൈൻ ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും ഓർ ലീനിയർ സ്പേസ് ആയിരിക്കും, റേഞ്ച് സെറ്റ് റിയൽ നമ്പർ ആയിരിക്കും. അത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് ഫങ്ഷണൽ എന്ന് നമ്മൾ പറയുക. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു നോം. നോമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയത്. നോമിനെ പറ്റിയല്ല, നമുക്ക് ഇതിൽ ഡിഫൈൻ ചെയ്യേണ്ടത് എൽ പി സ്പേസസും എൽ ഇൻഫിനിറ്റി സ്പേസസും ഒക്കെയാണ്. അപ്പം അത് ഇനി ഈ എൽ പി എൽ ഇൻഫിനിറ്റി സ്പേസസിലൊക്കെ നമ്മൾ നോം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇതിന് നോം എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൽ പി എന്ന് പറയുന്ന ഒരു സ്പേസ് മാത്രമാണ്. ഇനി നോം ജനറലായിട്ട് എന്താണ് ഒരു നോം? നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞ പോലെ ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് ഇന്നർ പ്രൊഡക്റ്റ്? ഇന്നർ പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി, അതായത് ഫങ്ഷൻസ് ആണ്, അതിന് ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയും. അത് എവിടെയാണ് ഡിഫൈൻ ചെയ്യുക? ഒരു ലീനിയർ സ്പേസ് ഒരു വെക്റ്റർ സ്പേസിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുക. അതുപോലെ എൽ പി സ്പേസ് ഒരു എക്സാമ്പിൾ ഓഫ് സ്പേസ് ആണ്. എൽ ഇൻഫിനിറ്റി എൽ പി അതൊക്കെ നമ്മൾ പിന്നീട് യൂസ് ചെയ്യാം. നോം എന്താന്ന് പറയും? ഇനി ഈ എൽ പി എൽ ഇൻഫിനിറ്റി സ്പേസസിലൊക്കെ നമ്മൾ ഓരോ നോമുകൾ ഡിഫൈൻ ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നോം എന്താണെന്ന് നോക്കാം. ലെറ്റ് എക്സ് ബി എ ലീനിയർ സ്പേസ്. ഒരു ലീനിയർ സ്പേസ് എടുത്തു. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നോം ഓൺ എക്സ് ഇസ് കോൾഡ് എ ഫങ്ഷണൽ. അതായത് നോം ഡിഫൈൻ ചെയ്യുന്നത് ഒരു വെക്റ്റർ സ്പേസ് എന്ന് ഓർ ലീനിയർ സ്പേസ് എന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ്. അതിന് ഒരു ഫങ്ഷനാണ് വെക്റ്റർ സ്പേസ് എന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫങ്ഷന് നമ്മൾ നോം എന്ന് എപ്പോഴാണ് വിളിക്കുക? ഫോർ ഈച്ച് എഫ് ജി ഇൻ എക്സ് ആൻഡ് ഈച്ച് റിയൽ നമ്പർ ആൽഫ. ഈ എക്സിലുള്ള ഓരോ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അത് ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ട്രയാങ്കിൾ ഇൻഈക്വാളിറ്റി. നോം എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി ആയിരിക്കണം. രണ്ട്, പോസിറ്റീവ് ഹോമോജിനിറ്റി. നോം ഓഫ് ആൽഫ എഫ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആൽഫ ഇൻറ്റു നോം എഫ് ആയിരിക്കണം. നോൺ നെഗറ്റിവിറ്റി. നോം എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മോഡ് എഫ് നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0. ഓക്കെ, ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫങ്ഷൻ നോം ആണ് എന്ന് പറയും. അങ്ങനെ ഒരു എക്സും ടുഗദർ വിത്ത് ഒരു നോമും കൂടി ചേർന്നാൽ നമ്മൾ അതിനെ നോംഡ് ലീനിയർ സ്പേസ് എന്ന് പറയും. ഇനി നോം എന്ന് പറയുന്നത് നമ്മളൊരു സാധനത്തിന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ആ കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ റിയൽ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു എഫിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോം 1 ആണ് എന്ന് വിചാരിക്കാം. റിയലിന് കറസ്പോണ്ടിങ് കിട്ടുന്ന റിയൽ നമ്പർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ യൂണിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുക. ഇനി 1 അല്ല, അതേസമയം 0 അല്ല എന്ന് എടുക്കാം. അത്തരം കേസിൽ എഫ് ഇൻ എക്സ് എടുത്തു. എഫ് ഒരു നോൺ സീറോ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിനെ എഫ് ബൈ നോം എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ കിട്ടുന്ന ആളുടെ നോം എന്തായിരിക്കും? നോം എഫ് ബൈ നോം എഫ്, ദാറ്റ് ഈസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് നോർമൽ, നമ്മൾ യൂണിറ്റ് വെക്ടറൊക്കെ ചെയ്യും പോലെ തന്നെയാണിത്. അപ്പം നോർമലൈസേഷൻ എന്നാണ് നമ്മളിതിനെ പറയുക. ഓക്കെ, ഇത്രയാണ് നോമെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ ഇതിൻ്റെ എൽ പി സ്പേസിൽ നമ്മൾ നോം ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നോം പറഞ്ഞു. ഇനി എൽ പി സ്പേസസിൽ നമ്മൾ നോമിനെ ഡിഫൈൻ ചെയ്യാണ്. For each measurable set 1 less than p less than infinity, a function f in LP of E. Define norm of p equal to integral over a mod f raised to p whole raised to 1 by p. LP of E ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ LP of Eയിൽ
ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് റൈസ് ടു പി എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫംഗ്ഷനെ എൽ പി ഓഫ് ഇയിൽ വരുള്ളൂ അല്ലേ. അപ്പം ഇതൊരു റിയൽ നമ്പർ ആണ്. അതിൻ്റെ ഹോൾ റൈസ് ടു 1/p എടുത്തു കഴിഞ്ഞാലും ഒരു റിയൽ നമ്പർ, ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്നത് നോമിന് വേണ്ട ഫസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു എൽ പി ഓഫ് ഇ എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസ് ആണ്. ആ വെക്ടർ സ്പേസിൽ നിന്ന് ആറിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷനാണിത്. ഏത് നമ്മളിപ്പം ഡിഫൈൻ ചെയ്താൽ ഈസ് അത്. ഇതൊരു നോം തന്നെയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇനിയും കുറച്ച് പ്രോപ്പർട്ടി വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, നോം എഫ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0 ആയിരിക്കണം. ആണോ? നോം എഫ് പി ഗ്രേറ്റർ ദാൻ അറിയാലോ, ഇൻ്റഗ്രൽ ഓവർ പി ഓൾ റൈസ് ടു 1/p. അത് മോഡൊക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ക്ലിയർലി അത് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0 ആണ്. അത് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ 1/p 0 ആവില്ല. അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റൈസ് ടു പി ഈക്വൽ ടു 0 എന്ന് പറയണമെങ്കിൽ എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ആയിരിക്കണം അല്ലേ. നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ആണ്. എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ പി സ്പേസിൽ ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറഞ്ഞാൽ അത് 0 ആയിട്ടുള്ള എലമെൻ്റ് തന്നെയാണ്. അപ്പോൾ ക്ലാസ് ഓഫ് 0 ഫംഗ്ഷനിൽ പെട്ട ആളാണ്. അപ്പോൾ എഫ് ഈക്വൽ ടു 0 എന്ന് തന്നെ പറയാം. എഫ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എൽ പി സ്പേസിൽ എടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ 0 എന്നുള്ള അർത്ഥം തന്നെയാണ്. സോ നോൺ നെഗറ്റിവിറ്റി ക്രൈറ്റീരിയ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഹോമോജിനിറ്റി ആണ്. ഹോമോജിനിറ്റി ആൽഫ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൽഫ എം എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ എ മോഡുലസ് ഓഫ് ആൽഫ എഫ് റൈസ് ടു പി ഹോൾ റൈസ് ടു 1/p. ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് ആൽഫ മോഡ് എഫ് റൈസ് ടു പി മോഡ് ആൽഫ റൈസ് ടു പി ഹോൾ റൈസ് ടു 1/p എടുക്കാം. ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. ഹോൾ റൈസ് ടു 1/pൻ്റെയും പുറത്തെടുക്കാം, ഇൻ്റഗ്രലിൻ്റെയും പുറത്തെടുക്കാം. അപ്പോൾ പിയും 1/pയും കൂടി ക്യാൻസലായ മോഡ് ആൽഫ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റൈസ് ടു പി എന്ന് തന്നെ ആവും. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഇസ് നോം എഫ്. മോഡ് ആൽഫ ഇൻറ്റു നോം എഫ് എന്ന് വരും. അതായത് ഹോമോജിനിറ്റി എന്ന് പറയുന്നതും ക്ലിയർ ആണ്. ഇനി വേണ്ടത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ആണ്. എന്താ? നോം ഓഫ് എഫ് പ്ലസ് ജി ഹോൾ റൈസ് ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പി പ്ലസ് നോം ജി പി. ഇതാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര ഈസി അല്ല. അതിനുവേണ്ടി മിൻകോസ്കീസ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീക്വാളിറ്റി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ഇനീക്വാളിറ്റീസ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു സെക്ഷനോട് കൂടി നമ്മൾ ഇത് ഈ നോം എന്ന് പറയുന്നതാണെന്ന്, അതായത് എൽ പി സ്പേസിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ഇത് നോം ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ അത് നോമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ആണ്. അത് നമുക്ക് മിൻകോസ്കീസ് ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട മറ്റു കാര്യം മിൻകോസ്കീസ് ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലാദ്യം ഒരു ഡെഫിനിഷൻ. The conjugate of a number p in 1 infinity is the number q equal to p/p minus 1, which is the unique number q in 1 infinity for which 1/p plus 1/q equal to 1. അപ്പോൾ p എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് 1 ഇൻഫിനിറ്റി എന്ന് നമ്മൾ ചൂസ് ചെയ്തു. അതായത് 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ആരാണെന്നാണ്. കോൺജുഗേറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഫിനിഷനാണ്. 1/p അങ്ങനെയല്ല കോൺജുഗേറ്റ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ q ആണ്, സച്ച് ദാറ്റ് 1/p പ്ലസ് 1/q ഈക്വൽ ടു 1 ആവുന്ന ഒരു q എന്ന് പറയുന്ന നമ്പർ, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന q എന്ന് പറയുന്ന നമ്പറാണ്, യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ് ഇതിൻ്റെ കോൺജുഗേറ്റ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യണ q എന്താണെന്ന് ഇവിടെ നമുക്ക് കാണാമല്ലോ. ദാറ്റ് ഈസ് 1/q ഈക്വൽ ടു 1 മൈനസ് 1/p എന്ന് പറയാം. ദാറ്റ് ഈസ് p മൈനസ് 1/p, which implies q equal to റെസിപ്രോക്കൽ എടുത്താൽ p/p minus 1 എന്ന് പറയും. അപ്പം യുണീക്ക് ആയിട്ടുള്ള p/p minus 1 ആണ്, നോട്ട് 1/p ഒന്നുമല്ല ഇതിൻ്റെ കോൺജുഗേറ്റ്. ഒരു p റിയൽ നമ്പർ എടുത്താൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് p/p minus 1 എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. 1ൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് ഇൻഫിനിറ്റീനെയും ഇൻഫിനിറ്റീൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് 1നെയും ഡിഫൈൻ ചെയ്യാം. 1ൻ്റെ ഇൻഫിനിറ്റീൻ്റെ ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ കോൺജുഗേറ്റ് p/p minus 1 ആണ്. അത് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു യങ്സ് ഇനീക്വാളിറ്റിയും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം. യങ്സ് ഇനീക്വാളിറ്റി എന്താണ് നോക്കാം. ഫോർ 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി q ദ കോൺജുഗേറ്റ് ഓഫ് p.
അതായത് 1/p + 1/q എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് എനി ടു പോസിറ്റീവ് നമ്പർ a and b ആർ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ AB <= a⁻p + b⁻q/q ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് യങ്സ് ഇനീക്വാലിറ്റി പറയുന്നത്. എയും ബിയും പോസിറ്റീവ് നമ്പറാണ്, പിയും ക്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കോൺജുഗേറ്റും ആണ്, p 1 ഇൻഫിനിറ്റിയിലെ നമ്പറുമാണ്. അങ്ങനെയാണെങ്കിൽ AB <= a⁻p + b⁻q/q ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുള്ള പ്രൂഫൊന്നുമല്ല. ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, g of x. g of x = 1/p × x⁻p + 1/q - x. നോട്ട് ചെയ്യുക, ഇവിടെ 1/q - x എന്ന് വായിക്കരുത്. ഇത് 1/q - x അല്ല, 1/q - x. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഫംഗ്ഷനെ പറ്റി പറയാൻ നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുനോക്കാം. g dash of x. എന്താ g dash of x? 1/p x⁻pൻ്റെ ഡെറിവേറ്റീവ് px⁻p - 1 + 1/q, q കോൺസ്റ്റൻ്റ് ആണ്, 0 - 1. പിയും പിയും ക്യാൻസൽ ചെയ്താൽ ബാക്കി x⁻p - 1 - 1. ഈ g dash of xനെ പറ്റി നമുക്ക് എന്ത് പറയാം? g dash of x എന്ന് പറയുന്നത് നമ്മൾ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് ഇപ്പോൾ 1/2 ഒക്കെ പോലെയാണ്, 1/2 അതിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാലും 1നേക്കാൾ ചെറുതായിരിക്കും. അപ്പം അവിടെ g dash of x <0 ആയിരിക്കും അല്ലേ? അപ്പോൾ g dash of x <0 for x belongs to 0, 1. g dash of x 1നേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ? 1/p കൂടുതലുള്ള നമ്പറാണ് x⁻p - 1 എന്തായിരിക്കും? >1 ആയിരിക്കും. അപ്പോൾ x⁻p - 1 - 1 >0 ആയിരിക്കും. x in 1 ഇൻഫിനിറ്റി. ഇനി 1ൽ എന്താണ്? g dash of 1 = 1 - 1 0. അപ്പോൾ എന്ത് കിട്ടി? ഈ ഫംഗ്ഷൻ g of xന് 0ൽ അല്ല 0, 1ൽ ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്, സ്ലോപ്പ് ഓർ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. 1 ഇൻഫിനിറ്റിയിൽ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, 1ൽ ഡെറിവേറ്റീവ് 0 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. കറക്റ്റ് ഗ്രാഫല്ല, ഇത് വെച്ചിട്ട്. അപ്പോൾ g of 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇതിൻ്റെ g dash of 1 ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, g of 1 എന്താ? 1/p 1⁻p അല്ലേ? 1/p + 1/q - 1. എന്താ വാല്യൂ വരുന്നത്? 1/p + 1/q, ഇത് കോൺജുഗേറ്റ് ആയതുകൊണ്ട് 1 ആണ്, 1 - 1 0. ഇനി g of 0 എന്താ? 0ൽ 1/p × 0 + 1/q - 0, that is 1. ഓക്കെ, 1/q എന്തോ ആവട്ടെ, ഒരു നമ്പറാണ്. അപ്പോൾ g of 1ൽ വാല്യൂ 0 ആണ്. അപ്പോൾ 1 എടുക്കുമ്പം ജിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. കാരണം 1 മുതൽ 1 to ഇൻഫിനിറ്റിയിൽ g dash <0 ആണ്, ദാറ്റ് ഈസ് g ഇൻക്രീസിങ് ആണ്. g ഇങ്ങോട്ട് കൂടി വരിക ചെയ്യുക. എന്നാൽ 0 ഇൻഫിനിറ്റിയിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1ൽ g dash ഡിക്രീസിങ് ആണ്, g dash നെഗറ്റീവ് ആണ്, സോ g ഈസ് ഡിക്രീസിങ്. അപ്പോൾ അതിൽ മിനിമം വാല്യൂ വരിക 1ലേക്കാണ് അല്ലേ? മിനിമം വാല്യൂ ആണ് 1ൽ വരിക. അപ്പോൾ 0 തൊട്ട് അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ? ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് വരും, 1ലെത്തും, പിന്നെ അവിടുന്ന് കൂടി വരും. ഇത് ഗ്രാഫ് പല രീതിയിലുണ്ടാവും, എങ്കിലും നേച്ചർ ഏകദേശം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ g എന്ന് പറയുന്നത് എന്തായിരിക്കും? <0 ആയിരിക്കും ഫോർ x <0. ഓക്കെ, ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ g dash കണ്ടപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, g of x എന്ന് പറയുന്നത് <0 ആയിരിക്കും ഫോർ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇക്വാളിറ്റിയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് ഈ ഫംഗ്ഷനിലൊന്ന് അപ്ലൈ ചെയ്താൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/p എക്സ് റീസ് ടു പി പ്ലസ് 1/q മൈനസ് എക്സ് which is greater than or equal to 0. That is 1/p x raised to p plus 1/q greater than or equal to x. ഇത് for any x greater than 0ക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. In particular x equal to a by b raised to q minus 1 എടുത്തു കഴിഞ്ഞാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യല്ലോ. അപ്പോൾ x equal to a by b raised to q minus 1 ഇതും കൊടുത്ത് നോക്കിയാൽ എന്താ വരിക? a by b raised to q minus 1 less than or equal to 1/p into a by b raised to q minus 1 raised to p plus 1/q. That is, ഇനി എനിക്ക് വേണ്ടത് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ റീസ് ടു പി ബൈ പി പ്ലസ് ബി റീസ് ടു ക്യൂ ബൈ ക്യൂ എന്നുള്ള ഫോം അല്ലേ. അപ്പോൾ ഇവിടെ എ ബി ആക്കാൻ വേണ്ടി ഇവിടെ എ ഉണ്ട്, ഇതിനെ ബിയും കൂടി വരുത്താൻ വേണ്ടി ഞാൻ ഒരു ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ത്രൂ ഔട്ട്. അപ്പോൾ ഇവിടെ എന്താവും? ബി റീസ് ടു ക്യൂ കൂടി വരുമ്പം ഇവിടെ ബി ആവും അല്ലേ. ബി റീസ് ടു ക്യൂനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബി റീസ് ടു ക്യൂ ബൈ ബി റീസ് ടു ക്യൂ ഇൻറ്റു ബി മൈനസ് 1 ആണ് ക്യാൻസൽ ചെയ്ത് ബാക്കി ബി. അപ്പോൾ എ ബി ആവും മൾട്ടിപ്ലൈ വിത്ത് ബി റീസ് ടു ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p ഇൻറ്റു എ റീസ് ടു പി ഡിവൈഡഡ് ബൈ ബി റീസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു ബി റീസ് ടു ക്യൂ പ്ലസ് ബി റീസ് ടു ക്യൂ ബൈ ക്യൂ. ഇനി ഇവിടെ നിന്ന് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ റീസ് ടു പി ബൈ പി ഇൻറ്റു ബി റീസ് ടു ക്യൂ, ഇവിടെ ഒരു പി ഇൻറ്റു പി കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ ഹോൾ ബ്രാക്കറ്റില്ലേ. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ബി റീസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു പി പ്ലസ് ബി റീസ് ടു ക്യൂ ബൈ ക്യൂ. ഇനി ഇതെന്താണെന്ന് നോക്കാം. ബി റീസ് ടു ക്യൂ നടക്കട്ടെ, ക്യൂ മൈനസ് 1 ഇൻറ്റു പി ആണ് നോക്കുന്നത്. അതിനെ ക്യൂ മൈനസ് ക്യൂ പി പ്ലസ് പി എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം 1/p പ്ലസ് 1/q ഈക്വൽ ടു 1 ആണ്. ഇതിന് എന്ത് കിട്ടും? p പ്ലസ് q ബൈ പി ക്യൂ ഈക്വൽ ടു 1. ഈ പി ക്യൂനെ അങ്ങോട്ട് എടുത്താൽ p പ്ലസ് ക്യൂ ഈക്വൽ ടു പി ക്യൂ ആൻഡ് p പ്ലസ് ക്യൂ മൈനസ് പി ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ അതെന്തായി? p പ്ലസ് ക്യൂ മൈനസ് ക്യൂ പി ദാറ്റ് ഈസ് 0. അപ്പോൾ ഇതെന്തായി? ബി റീസ് ടു 0 എന്ന് വരും. ബി റീസ് ടു 0 ആണ്, അത് 1 ആണ്. ദാറ്റ് ഈസ് എ റീസ് ടു പി ബൈ പി പ്ലസ് ബി റീസ് ടു ക്യൂ ബൈ ക്യൂ. ഹെൻസ് യങ്സ് ഇനീക്വാളിറ്റി പ്രൂവ്ഡ്. അപ്പോൾ ആദ്യം നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചു. അതിനുവേണ്ടി നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവിൻ്റെ 0 1ൽ നെഗറ്റീവാണ്, 1ൽ 0 ആണ്, 1ൽ വാല്യൂ 0 ആണ്, പിന്നെ ജി ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓൺ 1 ഇൻഫിനിറ്റി. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റി. സോ ഏതൊരു പോയിന്റിനും ഇത് ബാധകമാണ്. ഇൻ പെർട്ടിക്കുലർ എ ബൈ ബി റീസ് ടു ക്യൂ മൈനസ് 1നും. പിന്നെ അതൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.